സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഇറക്കിയ ഒരു ആപ്ലിക്കേഷൻ. അത് സ്ത്രീകൾക്ക് 8ന്റെ പണി കൊടുത്ത കഥ നിങ്ങൾക്കറിയോ? പറഞ്ഞു വരുന്നത് ടി ആപ്പിനെ കുറിച്ചാണ്. ഇതൊരു ഡേറ്റിംഗ് ആപ്ലിക്കേഷൻ ആണ്. സാധാരണ ഡേറ്റിംഗ് ആപ്ലിക്കേഷന്റെ കണക്ക് ഒരു പാർട്ട്ണറിനെ കണ്ടുപിടിക്കുക എന്നുള്ളതല്ല ഈ ആപ്പിന്റെ ലോജിക്. ഇവിടെ പെൺകുട്ടികൾക്ക് അവർ നിലവിൽ ഡേറ്റ് ചെയ്യുന്ന പയ്യന്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാം. എന്നിട്ട് ആ ആപ്പിലുള്ള മറ്റുള്ള പെണ്ണുങ്ങളോട് ഇവനെ കുറിച്ചുള്ള റിവ്യൂ ചോദിക്കാൻ പറ്റും. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ആപ്പിലുള്ള മറ്റേതെങ്കിലും പെൺകുട്ടി ഈ പയ്യനെ മുമ്പ് ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇവനെ പേഴ്സണലി അറിയാവുന്ന ആളാണെങ്കിലോ ഒക്കെ ഈ പയ്യനെ കുറിച്ചുള്ള റിവ്യൂ ആ പെൺകുട്ടിക്ക് ഇവിടെ ഇടാൻ പറ്റും. ഈ പയ്യൻ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അവൻ എന്തെങ്കിലും നല്ല ക്വാളിറ്റീസ് ഉണ്ടോ, എല്ലാ കാര്യങ്ങളും ഇവിടെ മെൻഷൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ കിട്ടിയ ഡീറ്റെയിൽസും റിവ്യൂ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അപ്ലോഡ് ചെയ്ത പെൺകുട്ടിക്ക് തീരുമാനിക്കാം ഇനി ഈ പയ്യനുമായി തുടർന്ന് പോകണമോ വേണ്ടയോ എന്നുള്ളത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ നമ്മൾ പ്രൊഡക്റ്റിന് യൂസർ റിവ്യൂ ഇടുമല്ലോ, അതുപോലെ ആണുങ്ങൾക്ക് റിവ്യൂ ഇടുന്ന ഒരു പരിപാടി. ഈ ആപ്ലിക്കേഷൻ അങ്ങോട്ട് തുടങ്ങേണ്ട താമസം ഒരുപാട് പെൺകുട്ടികൾ ഇതിലേക്ക് ലോഗിൻ ചെയ്യുകയും അവരുടെ പാർട്ട്നേഴ്സിന്റെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാനും തുടങ്ങി. പിന്നെ കമന്റ്സ് ആയി, കുറ്റം പറച്ചിലായി, വിലയിരുത്തലായി, ഓരോ ആണിന്റെയും ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് മുതൽ അവരുടെയൊക്കെ പ്രൈവറ്റ് പാർട്ടിന്റെ സൈസിനെ കുറിച്ച് വരെയുള്ള ഡിസ്കഷൻസ് ഈ ആപ്ലിക്കേഷനിൽ നടന്നിരുന്നു. ഇത്തരത്തിലുള്ള ഡിസ്കഷൻസ് എല്ലാം പെൺകുട്ടികൾ ചെയ്തത് ഒരൊറ്റ വിശ്വാസത്തിലാണ്. അതായത് ഈ ആപ്ലിക്കേഷനിൽ ഇടുന്ന കാര്യങ്ങളൊന്നും പുറത്തു പോയില്ല എന്നുള്ളൊരു വിശ്വാസത്തിൽ. പക്ഷെ അവർക്ക് പണി പാളി. ഈ ആപ്ലിക്കേഷൻ ആരോ ഹാക്ക് ചെയ്യുകയും അതിനകത്തുള്ള ഡീറ്റെയിൽസ് എല്ലാം ലീക്ക് ചെയ്യുകയും ചെയ്തു. അതായത് പെൺകുട്ടികൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് കൊടുത്തിരുന്ന എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡിംഗ് ദിയർ സെൽഫി, അവർ ID പ്രൂഫ്, എന്തിനാ അവർ താമസിക്കുന്ന ലൊക്കേഷൻ വരെ ഇതിനകത്തൂടെ ലീക്ഡ് ആയി. പക്ഷെ ഇത് പെൺകുട്ടികൾക്ക് വലിയൊരു തിരിച്ചടിയായി പോയി. കാരണം ഇപ്പൊ ലോകത്തിന് മുഴുവൻ അറിയാം അവരാരെയൊക്കെ ഡേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. മാത്രമല്ല ഇവർ ഈ ആപ്ലിക്കേഷനിലേക്ക് ഷെയർ ചെയ്തേക്കുന്ന ഇവരുടെ ഇന്റിമേറ്റ് മൊമെന്റ്സിന്റെ ഓരോരോ ഡീറ്റെയിൽസ് പോലും ഇന്ന് ലോകം മൊത്തം അറിയുന്നു.